അതാണ് രാവിലെ തൊട്ട് ചെയ്യാം പോലീസ് സ്റ്റേഷനിലോടോ. ഞാൻ രാവിലെ തൊട്ട് ഇത് പോലീസ് സ്റ്റേഷനിൽ. ഇടിക്കാതെ പ്രാർത്ഥിക്കും. ഇനിയും പിടിച്ച നമ്മൾ രണ്ടുപേരും പെടും കേട്ടാ. എന്താ പ്രശ്നം എന്നാ? അവരുടെ ഫ്രണ്ടിൽ പോയി കോക്കറി കാണിച്ചിട്ട് ഞാൻ വണ്ടി കൊണ്ട് പോയി. എല്ലാം ഒരു നൂലാമാലയിലുള്ള കളികളാണ്. വണ്ടിയിൽ സ്പീഡില്ല. എവിടെയെങ്കിലും നിർത്തുവോ? നമ്മളെ രണ്ടുപേരുടെയും ജീവിതം പോകും. ഇതെല്ലാം എന്റെ ഡ്രൈവിംഗ് സ്കില്ലും നമ്മുടെ അനുഗ്രഹവും ഒക്കെ കൊണ്ടല്ലേ പറ്റി. പേടിക്കല്ലേ, ഇങ്ങനെ പേടിക്കല്ലേ. കാണാനില്ലല്ലോ ഉത്സർക്കൊന്നും വലിവ് പോലെ വണ്ടി നമ്മളായിട്ടൊന്നും പിടിച്ചിരിക്കാതെ പേടിയുണ്ടോ? പൊളിച്ചാക്കി പണിയിട്ടു. നേരത്തെ പണിയെടുത്തതാ. നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. പേരെന്ത്? എന്റെ പേര് മഹാഋഷി വശ്യ വചസ്. എന്ത് മഹാഋഷി വശ്യ വചസ്? നേരത്തെ മെസ്സേജ് കണ്ടിട്ട് ഹായ് അതാണോ? അതെ. വീട് നിങ്ങളായിരുന്ന ബൈക്കിലുണ്ടായിരുന്നെ? അല്ല ഒന്ന് എണീച്ചേ വാ ഒന്ന് എന്റെ കൂടെ വരുമോ? വണ്ടി സാറേ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഞങ്ങളിവിടെ കുഴഞ്ഞൊന്നും നമ്മള് കണ്ടായിരുന്നു. ഇയാളുണ്ടായിരുന്ന കൂടെ? എന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടാണല്ലേ? ഞാനിപ്പോ കാണുന്നേ എനിക്കൊന്ന് ഇടിയൻ ആഘാതത്തില് തെറിച്ചു പോയായിരുന്നെന്ന് തോന്നുന്നു പുള്ളി. അതൊന്ന് ഓർമ്മ കാണത്തില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ കൂടെ എന്റെ കൂട്ടുകാരനെ ഇല്ല ഞാൻ അങ്ങോട്ടും വരില്ല. ഞാൻ ഇനി കേറുന്നില്ലേ? സാറേ ഞാനില്ല. നിനക്ക് പറ ഇപ്പൊ കാണുന്ന
നമ്മള് കണ്ടറിയാം. നിങ്ങൾ രണ്ടുപേരെ നമ്മള് കണ്ടത്. നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ ഫോട്ടോ എടുത്ത് രണ്ടാളെ. പത്രത്തിൽ വരുമോ സാറേ? സാർ എന്നെ പിടിക്കുന്ന മൊത്തം വള്ളിയാണോ ഞാൻ? എത്ര തവണ നിങ്ങൾ പിടിച്ചു? ആദ്യമായിട്ടാ. നിങ്ങള് ആദ്യം ഗാർബേജ് തപ്പി പറിക്കുന്നതിന് പിടിച്ചു, പിന്നെ വണ്ടി റെക്ലസ് ഡ്രൈവ്. ഇത് ഇപ്പം ഒരു കള്ളന്റെ കൂടെയാണ് റോഡ് റെക്ലസ് ഞാൻ ഡ്രൈവ്. ഞാൻ കേറുന്നത് വെറുതെ കേറാ. നമ്മുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വരും. നിങ്ങൾ സാറേ ഞങ്ങൾ സത്യമായിട്ടും ഒന്നും ചെയ്തില്ല. ഞങ്ങള് വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവിലായിരുന്നു. എങ്ങനെയാണോ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്? സ്ട്രെസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. റോഡിൽ കൂടെ DSLR പോട്ടെ, പെർമിഷൻ തന്നു. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് അത് സാറേ എടുക്കാൻ വരുമായിരുന്നു. സാറിനെ കണ്ടപ്പോ വണ്ടി തിരിച്ചു. സാറ് വേറൊരു വഴിക്കൊക്കെ പോയി. സാറിനെ ചേസ് ചെയ്ത് വന്നായിരുന്നു. എനിക്ക് ലൈസൻസ് വേണമെന്ന് പറയും. ലൈസൻസ് ലേണേഴ്സ് ഉണ്ടോ? അത് എടുക്കണം. അതിന്റെ പ്രോസസ് ലൈസൻസും എങ്ങനെയാണെന്ന് ലേണേഴ്സും അറിയാൻ. എടുക്കാൻ. ഇത് രണ്ടും ഇല്ലാത്ത ആള് വണ്ടിയിൽ വരും. അപ്പൊ സാ- കൂട്ടുകാരന് ലൈസൻസ് ഉണ്ടോ? ഇല്ല ഇല്ല, നമുക്ക് ലൈസൻസ് ഇല്ല. സാറിന് ലേണേഴ്സ് ഉള്ള സാറൊന്ന് വിളിച്ചാൽ മതിയായിരുന്നില്ലേ? ഞാനെങ്ങനെ സൈഡിലോട്ട് ഓടിച്ചേ? കൊണ്ടുവന്നു. സാർ അണക്കോനക്ക് ഒരേ ഇതന്നെ ഉണ്ടാവും ശിക്ഷ. ഞാൻ വണ്ടി കയറി ഇരുന്നിട്ടേ ഉള്ളൂ. നിങ്ങൾ എത്ര തവണ വെറുതെ വിട്ടതാ? എത്ര തവണ വാണിംഗ് എന്ന് വെറുതെ വിട്ടതാ? സാർ അണക്കി വേണ്ടി പ്രശ്നമില്ലാണെന്ന് അറിയില്ല, വെറുതെ കയറിയിരുന്നു. പുള്ളി പറയുന്നത് നിങ്ങൾ കൂട്ടുകാരന്മാരാണെന്നാണല്ലോ. ഫയറിനൊക്കെ ഇല്ലേ ഇത്? ഞങ്ങളുടെ സാർ ബൈക്ക് മൊബൈൽ ചെക്ക് ചെയ്യും നമ്മുടെ കോണ്ടാക്ട് ഉണ്ടോ നോക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിപ്പോ ഫ്രണ്ട്സ് എന്റെ ആണെന്ന് ഫോൺ പറഞ്ഞ് കളഞ്ഞു കോണ്ടാക്ട് പോയിട്ട് ഞാനിപ്പോ ചെയ്യണമെന്നില്ലല്ലോ. നമ്പർ മേടിക്കാൻ അങ്ങോട്ട് തുടങ്ങിയതല്ലോ ഉണ്ടായിരുന്നുള്ളൂ. സാറിന്റെ പേര് പറഞ്ഞാല് ഫ്രണ്ടാന്ന് അറിയാം. അപ്പൊ ഇത് പേര് പറ. സാറിന്റെ പേര് ഞാൻ തുക്കുടു എന്നാണ് വിളിക്കുന്നത്. തുക്കുടു അല്ല? അടുത്ത കൂട്ടാൻ ഞങ്ങള് ഇരട്ടപ്പേര് ഇട്ട് വിളിക്കാം. എന്റെ പേര് നെച്ചുബായി. അപ്പൊ വെച്ചല്ല. ഞാൻ തുക്കുടു എന്ന് വിളിക്കുക. നിങ്ങൾ രണ്ടുപേരും ഒന്ന് സെർച്ച് ചെയ്യുവാണ്. സാർ ഒന്ന് സെർച്ച് ചെയ്യും. സെർച്ചൊക്കെ എന്തിനാണ് സാറേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ലല്ലേ? ഒന്നും ചെയ്തില്ല. എന്റെ ഒന്നും ഇല്ല സാറേ. ഞാൻ പറഞ്ഞല്ലേ, എന്റെ ഒരു പവർ ബാങ്കും ഫോണും ഉണ്ട്. ഇൻവെന്ററി ക്ലിയർ ആ, വേറെ ഒന്നും ഇല്ല. ആൾക്കാർക്കും സൊസൈറ്റിക്കും നമ്മുടെ സിറ്റിസൺസിനും എല്ലാം ദോഷം വരുന്ന രീതിയിലായി ഇവർ രണ്ടുപേരും വണ്ടി ഓടിച്ചു. രണ്ടുപേരും ഒരാൾ ഓടിച്ചത്. നിങ്ങൾ ആ വണ്ടിയുടെ പുറകിലുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എന്തായാലും. ഒരാടെ വണ്ടിയിൽ പോയി കയറുവാണോ ഒരാടെ? സാറേ ഒരു ചെറിയൊരു അബദ്ധം. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത് അവിടെ ഇരുന്ന ബൈക്ക് ഇങ്ങനെയാണോ ടെസ്റ്റ് ചെയ്യുന്ന റോഡിൽ കൂടെ? അല്ലത്. ഇപ്പൊ ഈ റെക്ലെസ് ഡ്രൈവിങ്ങിന് ജയിൽ ശിക്ഷ എത്രയായിരുന്നു? ഇതിപ്പോ ഫസ്റ്റ് ടൈം അല്ലേ? അല്ലേ? നമുക്ക് തൽക്കാലം ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു 10,000 കൊടുക്കാല്ലേ? 10 കണ്ടോ? 1,00,000 കൊടുത്തോ? എന്ത് പോക്കാ പോയത്? സാറേ എന്റെ പൈസ ഒന്നുമില്ല, എന്റെ കൂട്ടുകാരൻ്റെ മേടിച്ചു. കുഴപ്പമില്ല, കെട്ടുമ്പോ അടുത്തത്. 2 ലക്ഷം അല്ലേ? കൂട്ടുകാരനാ വേയുന്ന? അല്ല, എന്റെ ഫാൻ കൂടി നീയാ കൊടുക്കണ്ട ശരിക്കും. ഞാൻ ബൈക്കിൽ ഇരുന്നിട്ടേ ഉള്ളൂ. കൂട്ടുകാരൻ്റെ ഇല്ല പൈസ. ചെയ്യുന്നതിന്റെ ഒരുമിച്ച് നിൽക്കുന്നത് വല്ല ശിക്ഷാർഹാണേ. എന്നാ പ്രശ്നം പറഞ്ഞോ ഇവനായിട്ട്. ഇതിനെക്കാട്ടും റോബറേറ്റ് ചെയ്യുന്നില്ല. ഇതിനെക്കാട്ടും വലിയ റോബറേറ്റ് ചെയ്യുന്നില്ല. തവള ചാടുന്ന പോലെ ചാടി കഴിഞ്ഞാൽ അങ്ങ് അപ്പുറത്ത് പോകാം, പാലത്തിന്റെ അടിയിൽ.
ഒന്നും നീങ്ങുന്നില്ല. ഇവിടുന്ന് ഓടിയാല. അനക്ക് നീങ്ങുന്നില്ലടാ, സ്റ്റക്കാ. ഇവിടെ ഓടാം, ഇവിടെ ഓടാം. 10 മിനിറ്റ് ഓടാം. എങ്ങനെ അനക്ക് ഞാൻ സ്റ്റക്കിലുള്ള നേരെ അണങ്ങുന്നില്ല, ഞാൻ അണങ്ങുന്നില്ല. കാരണം ഇവിടെ പ്രതിമയാക്കി വെച്ചു. ചെയ്യാൻ പറ്റുമോ നീ? ഉം. അതെ, എടാ ഇപ്പോഴത്തെ ബെസ്റ്റ് കേട്ടോ. ഇവിടെ നടക്കാനേ പറ്റുള്ളൂ. ആ സൈഡിലോട്ട് മാറി. ആ അടുത്ത വണ്ടി ഈ ഓടിയ ഇവിടുന്ന് സൊസൈറ്റി കൊടുക്കാം അല്ലേ, കുറച്ച് വർക്ക് ഡീജൻ വൃത്തിയാക്കട്ടെ. അതെ കമ്മ്യൂണിറ്റി സർവീസ് ആ, പിന്നെ ഓടിയതല്ലേ. ആ. അല്ല, ഓടിയതല്ല സാറേ, ഞാന് കാറ്റ് ഭയങ്കര ചൂട് ആവി ഈ കലറി. ഇല്ല, ഇനി ഫൈൻ അടക്കണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാം. ആ ചെയ്യാം ഫൈൻ ചെയ്യാം. അടയ്ക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാം. ഏതാ വേണ്ട? അങ്ങനെ സർവീസ് ചെയ്യാം. ആ ഈ ഡസ്റ്റ്ബിൻ ഇങ്ങനെ തപ്പിയാ മതി, അത് clean ആക്കാം. ഇങ്ങനെ ഇല്ല, അപ്പൊ കേസ് വേറെ പോവും. ആ, ഇവിടെ മറ്റേ ഇതുണ്ടാവും, ക്ലീൻ ചെയ്താൽ മതി. ഇതെങ്ങനെ തൊഴിച്ചുകളാണ്. ഞാനിപ്പോ അൺകപ്പ് ചെയ്യും, ഓടിയ ജയിലിലേക്ക്. ഓരോരുത്തർ ചെയ്തു. ഓടൂല. പിന്നെ എന്റെ കൂട്ടുകാരൻ പറഞ്ഞ പിന്നെ എനിക്ക് അതിന്റെ അപ്പുറത്തൊരപ്പുറം. എന്താ ഡസ്റ്റ്ബിൻ പരുതാ വേണ്ടേ? അത് ജസ്റ്റ് F4 അടിച്ചിട്ട് മറ്റേ ഇതുണ്ടാവും. നമുക്ക് ഇത് എന്താ സാറേ ചെയ്യേണ്ട പറ. ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. മോപ്പ്. സാറൊരു സ്റ്റൈലും തന്നെ. സ്റ്റൈല. മോപ്പ് കയ്യിലെടുക്കാം, ഇവിടെ അങ്ങോട്ട് കുറച്ചു നേരം ക്ലീൻ ചെയ്യാം. മോപ്പ് കയ്യിലെടുക്കണ്ടല്ലോ. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങേ അറ്റം വരെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കട്ടെ. എന്താ സാറേ ഉദ്ദേശം? തുടങ്ങി. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. ഇവിടെ തൊട്ട്. എങ്ങനെ ക്ലീൻ ചെയ്യണ്ടേ? അതൊന്നുകൂടെ എടുത്തേ, ആ മോപ്പ്. ആ വൈറ്റ്. സാറേ അങ്ങേ അറ്റം വരെയാണ് എന്റെ എല്ലാം അങ്ങ് വരെ. എടുത്ത് മോപ്പെടുത്ത്. കിടക്കുക, അടുത്ത ആള് ഓടാൻ ശ്രമിച്ചാ പിടിച്ച്. ആ സാർ മോപ്പ് എങ്ങനെ വയ്ക്കണ്ടേ? ഞാന് സോറി സാർ. നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന എങ്ങനെ അറിയോ? അതില് ജീഞ്ഞക്കാൻ പറ്റുമോ നോക്ക്. ഇല്ല, ജീഞ്ഞക്ക് ചെയ്യാന്നില്ല. ഒന്നുകൂടെ എടുക്കട്ടെ. ഫൈൻ കൊടുത്തു വിടാം. അല്ലല്ല, ഇയാൾക്ക് ഫൈൻ. ജീഞ്ഞക്ക് അയാൾക്ക് ഫൈൻ കൊടുത്തിട്ട് നോക്കിക്കോളാം. അത് പോയി ഫൈൻ കൊടുത്തു. ഞാനിത് ആ നോക്കി. തുടങ്ങിക്കോ. സാർ ജീനെ കിട്ടാന്നില്ല. മെഡിസിൻ EMS ജിയോ. ഇല്ല, അതൊന്നില്ല. ജിയോ വന്നില്ല. സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല.
അത് കൊടുത്ത് വിട്ടു. അൺകഫ് ചെയ്ത് വിട്ടു. അൺകൺഫേം ചെയ്തു. സാർ ഏത് തൂക്കാൻ പറ്റുന്നില്ല. മോപ്പ് രണ്ടാമത്തെ ആണേ. ആ മോപ്പ് 2 ആ അത് ഓക്കെ. ഞെക്കിയാ മതി. സാറേ ഞങ്ങളുടെ ബൈക്ക് എപ്പം കിട്ടും ഞങ്ങക്ക്? കോമ്പൗണ്ടിലുണ്ടാവും ബൈക്ക്. സാറേ ഓടിക്കോ. എന്താ പറഞ്ഞേ? ആരാ ഓടിക്കോന്ന് പറഞ്ഞേ? അല്ലല്ല ഓടിക്കോന്നല്ല, ഓടല്ലേന്ന് പറഞ്ഞു. സാറേ തുടങ്ങി. സ്റ്റെപ്പൊക്കെ തുടങ്ങി. ഇവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്യും. സാറേ കൂട്ടുകാരനെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ പൊക്കട്ടെ. മതി. ഇനി ഇതൊന്നും ആവർത്തിക്കണ്ട. ആ ഓക്കെ. ഇപ്പൊ മൂന്നാമത്തെ ലാസ്റ്റ് വാണിംഗ് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ്. ഇനി ഇതൊന്നും ഉണ്ടാവത്തില്ല. ഓനിക്ക് പണിയില്ല. വിടും ഞങ്ങള്. ഓനിക്ക് പണിയില്ല. അയാൾക്ക് കൊടുത്തിട്ടുണ്ട് ഫൈൻ. വേണോ ഫൈൻ? വേണ്ട. ലാസ്റ്റ് വാണിംഗ് നിങ്ങൾക്കുള്ള. ഇപ്പൊ കൊറേ ആയി, എല്ലാം കുറെ അറിയാത്ത തവണ ക്ഷമിച്ചു വിട്ടു. കൂട്ടുകാരൻ പാവാണ്. മതി ക്ലീൻ ചെയ്ത് എക്സ് അടിച്ചോ. വാ നമുക്ക് ഇതിനെക്കാട്ടി റോബറിക്കാരും പോകണടാ. വല്ലാത്ത കഴിക്കുമല്ലോ. നമുക്ക് പോണം. എവിടെയല്ലേ റോബറിക്ക് പോണം. റോബറിക്ക് വല്ലതും പോന്നോ? നടക്കുവാ, പിടിക്കുവാ. എനിക്ക് വാണിങ്ങിട്ടടാ. കുറച്ചേരം ജയിലിൽ പോണ്ടി വരുമായിരിക്കും പിടിച്ച. എന്റെ 20 കിലോ വേടാ. 20 കിലോ സ്ക്രാപ്പ്. 20 കിലോ സ്ക്രാപ്പാ? ഡസ്റ്റ്ബിനകത്ത് മൊത്തം പോയി. പോയി. അപ്പൊ നമുക്ക് വഴി ഉണ്ടാക്കാം. നമുക്കൊരു കാര്യം ചെയ്താൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് വണ്ടി എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് നോക്കാം. എന്ത്?
ടയർ റൈഡ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആരും ഇല്ലടാ, ബെല്ലടിച്ച്. ഓക്കെ വീടിന്റെ ആളിത് ഒന്നുമില്ല, ഈ വീടാ നോക്കാൻ വന്നു. ഇത് എന്റെ വീടാ. ഓ ആ, നല്ല വീട് കേട്ടാ. ഇത് ഉള്ളിലോട്ട് കയറണോ? എന്നെ ഉള്ളിലോട്ട് പോന്ന് കാണുന്നു. ഗെയ്സ് ഉറങ്ങാൻ ടൈമായി. ഞാനങ്ങ് പോകുന്നു. ബ്രേക്കാ? ഓ ഈടെയായിരുന്ന ഞാൻ കീഴായിരുന്നു. ഇതെന്താണത്? ഞാൻ അടിപ്പെട്ടു. വെയിറ്റ്. മണ്ണിനടി എന്താ പരിപാടി? കേറി വാടാ. ഞാൻ കേറുന്നുണ്ട്. ഇവിടെ പിന്നെ ഞാന് കയ്യിപ്പോ ഇറങ്ങി. ചക്ക കൊണ്ടുപോകണ ഇപ്പൊ. പറയൂ. ഞാനേ നിച്ചു പോയി പറ. എന്താ പറയാ, ഇവിടെ ഒന്നും ഞാൻ ചെയ്തതിന്റെ പേരിൽ എന്നെ പോലീസ് നോക്കിടാ. എന്തോ എന്തിന് എന്നെ വെയിറ്റ് ചെയ്യുന്നേ. പോലീസൊക്കെ? ഇവിടെ ഇവിടെ ഒന്നും അറിയാണ്ട് എനിക്ക് ഫൈൻ കിട്ടി. അപ്പോഴാണ് ഒന്നും ചെയ്യാണ്ട് പോലീസ്. എന്തിനാ എന്നെ പോലീസൊക്കെ? ആ ടിക്കറ്റ് ഒന്നും എനിക്ക് തന്നെ. അറിയില്ല, ചോദിച്ചു നോക്കറ, ഓനക്കറിയാം എന്തിനാണ്. ഹലോ, ടിക്കറ്റ് വണ്ടി ഇപ്പൊ എടുക്കണോ? ഡ്രൈവ് ചെയ്യായിരുന്നു. നാളെ പോലീസിന്റെ എടുക്കാം. ഇപ്പൊ എടുക്കാൻ ഞാൻ വന്നാ ചുമ്മാ ഒരു ടൈം എടുക്കും. പോക്കറി കാണിച്ചിട്ട് ഓടിയായിരുന്നു. ഓപ്പൺ ആവുന്നില്ല. എടാ എങ്ങനെയെങ്കിലും ഒന്ന് പുള്ളിയുടെ കൈ കൊടുക്കാൻ പറ്റുമോ? ഈ പുള്ളിയുടെ കൈ. അത് ഇവന്റെ കയ്യിൽ ഞാനങ്ങ് ടിക്കറ്റ് ഉണ്ട്. നിലത്തിടും. ഇവന്റെ കയ്യിൽ കൊടുക്കുക സാധനം. ഞാനങ്ങ് നിലത്തിടും. നിലത്തിട്ടോ, ഞാൻ എടുത്തോളാം. കിട്ടിയാ? ഹലോ, കിട്ടിയാ? ഇതാണ് ആ സാധനം. ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് കയ്യിൽ കിടക്കുന്നുണ്ട്, എന്നെന്റെ ബാങ്കിൽ നിന്നാണ് പൈസ പോയത്. ഷർട്ടും പാന്റും ഊരണ്ട. വീട്ടിൽ കയറുമ്പോ എടാ ഈ തേങ്ങ താഴെ ഇടാൻ പറ്റുമോ? ഇത് കൈ പിടിച്ചോണ്ടിരിക്കണ്ടേ. ഒരു കാര്യം ചെയ്യ്, എനിക്കൊന്നിട്. എന്നാൽ എന്നോട് കളഞ്ഞാൽ മതി. ഇല്ല, എനിക്കത് ഓപ്പൺ ആവുന്നില്ല കേട്ടാ. ഓ, അത് അതിന്റെ മണ്ടയ്ക്ക് ജസ്റ്റ് ഹോവർ ചെയ്താൽ മതി. എന്താ എന്നൊക്കെയാണ് ആണി. ഇതിന് മുന്നിൽ കൂടെ എങ്ങനെ നടക്കരുത് നിച്ചു ഭായി? നോക്ക് ആ നോക്ക്, അത് ഇപ്പം വന്നില്ലേ? അതിന്റെ മണ്ടയ്ക്ക് വന്നു. ചുമ്മാ വന്ന് കൈ വെച്ചു എനിക്ക്. ഓപ്പൺ ആക്കരുത്. കാണിക്കുന്നുണ്ട്. ആ, പലതിലും പല എന്തിന്റെ എന്നുള്ളത് കാണിക്കുന്നില്ല അവിടെ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നതല്ല. ആ, ഇത് പോലീസ് എങ്ങനെ എന്റെ ബാഗ് നിർത്ത് കളയാ? ഇവർക്ക് എങ്ങനെ എന്റെ ബാഗിന്റെ ആക്സസ് കിട്ടുന്നേ? അതാണ് ഞാൻ അറിയുന്നേ. ബാഗിന്റെ ആക്സസാ, മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗവൺമെന്റിന് എങ്ങനെ സത്യം പറഞ്ഞാല് എന്റെ ബാഗ് ഇവര് കയ്യിൽ ടിക്കറ്റ് തന്നിട്ട്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കയ്യിൽ ഇൻവോയ്സ് തരാം. ഉം. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് പേ ചെയ്യാം,
അങ്ങനെയല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇൻവോയ്സ് സെറ്റപ്പ് വഴിയാണ് അവർ തരുന്നെങ്കിൽ ലൈക്ക് ഒരു ലിസ്റ്റ് പോലെ ഇൻവോയ്സ് വിത്ത് റീസൺ ഒക്കെ കൊടുത്തിട്ട് മനസ്സിലായില്ലേ? അവർക്ക് അങ്ങനെ ഈ നമ്മുടെ ബില്ലായിട്ട് ജാതകം വരെ തരുവാണെങ്കിൽ ഓക്കെ. അവന്മാരുടെ ഇരിപ്പുണ്ട്. ബാങ്ക് ആണെങ്കിലും ജമീനും എല്ലാം അവന്മാരുടെ ഇരിപ്പുണ്ട്. അതിന്റെ അകത്ത് ഇത് ഇരിക്കാനാണ് ഭയങ്കര ഇത്ര ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇട്ടേക്കാൻ പറ്റും. ഇതിപ്പോ കളയാൻ എന്തോ ചെയ്യണ്ടേ? ഈ ട്രാഫിക് ടിക്കറ്റ് കളഞ്ഞാൽ പോവോ? അങ്ങ് കളഞ്ഞാൽ മതി. താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മുടെ പരിപാടി എങ്ങനെ? എടാ അണക്കൊണ്ടാ ട്രാഫിക് ടിക്കറ്റ് മിച്ചുബൈ ഇതെത്ര 1,00,000? അയ്യോ അതെ, മിച്ചുബൈ പറ. എന്താ പരിപാടി? അയ്യോ സാറിന് അത് ഒരു നേരത്തെ ട്രാഫിക് ടിക്കറ്റ് ഉണ്ട് അങ്ങനെ തന്നെ ഫൈൻ അടക്കാത്ത. വരൂ. അതെ, ആ. നമുക്ക് എന്തെങ്കിലും ഒരു ഇതടിക്കാൻ പോയാലോ? കുത്തി തുറക്കാൻ വല്ല പോയാലോ? ഇത് തുറക്കാനാണ് ഞാൻ നോക്കണത്, മനസ്സിലായില്ലേ? എല്ലാ ടൂൾസും റെഡിയാണ്, മനസ്സിലായില്ലേ? കിടിലൻ ടൂൾസുകൾ റെഡിയാണ്. പിടിക്കാണ്ട് പക്ഷെ ഒരു പറ്റുമോ? കാര്യം പറയട്ടെ, ഒരു മിനിറ്റ് പോവല്ലേ? മാറ്റിട്ടോ പെട്ടെന്ന്. ആ. ഔട്ട്ഫിറ്റ് വേണമെന്ന് മാറ്റിക്കോ. എവിടെയാ പോവാ? നമുക്ക് ഒരു സെക്കൻഡ് പുള്ളിയോട് ഒന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും റേഡിയോ കയറിയിട്ട് തരാം. റേഡിയോ കയറി കേട്ടോ. മിച്ചുബൈ നമുക്കൊരു പ്രതികാരം വിട്ടണ്ടായി. ആ പൈസ ഉണ്ടാക്കണം. പ്രതികാരം പിടി. എന്നിട്ട് ഞങ്ങള് ഒന്ന് പോയിട്ട് ഔട്ട്ഫിറ്റ് ഒന്ന് മാറിയിട്ട് വരാം. ഞാൻ എന്തായാലും എന്റെ കയ്യിലുണ്ട്, എനിക്ക് ഇവിടെ തന്നെ ഈ മാറാം. പുള്ളിക്ക് ഔട്ട്ഫിറ്റ് മാറണം, എല്ലാ വിഷയം. ഞാൻ പോലെ ജീപ്പുണ്ട്. എന്നാ വേറെ വണ്ടി നമുക്ക് ഒന്ന് ഹൗസ് എവിടെയെങ്കിലും ബോയ്സിനും കൂടെ ഒന്ന് മാറിയിട്ട് പോവാം. ജീപ്പ് അടുത്ത് തരാം, നിങ്ങൾ കിട്ടോ? എന്നാ ഞങ്ങള് അടുത്തുള്ള ഒരു സ്റ്റോപ്പിൽ കാണാം. നോക്കട്ടെ ഇവിടെ അടുത്ത് ഏതാ ഇവിടെ ഉള്ളത്. താഴെ ലീജിയന്റെ അടുത്ത് റിസോർട്ട്, അവിടെ പോയിക്കോ, ഞങ്ങൾ വരാം. ഓക്കെ. എവിടെയായിരുന്നു? ഇവിടെ അടുത്ത് തന്നെയുണ്ടായിരുന്നല്ലോ. കണ്ടു. ശരി. നോക്കുവാൻ. അയ്യോ ശരിയാണല്ലോ, അത് അങ്ങ് സാൻഡിൽ നിന്നല്ലേ മേടിക്കണം? അല്ല അത് എന്റെ അടുത്തുണ്ട്, പഠിക്കണ്ട. ഉണ്ടോ? ഓക്കെ. 2-3 എടുത്താട്ടോ. 2-3 കൊറേ പഠിക്കാം. വേണം. നമുക്ക് പോയിട്ട് ഡ്രസ് മാറിയിട്ട് നിൽക്കാം. ഒരു പൊടി പൊടി. ഗണ്ണ് വേണ്ടി വരുമോ? ഗണ്ണ് വേണം. ഗണ്ണും മേടിക്കണം.
തോന്നുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നതിന് വേണ്ടാന്ന് തോന്നുന്നു. എടുത്തിട്ട് ഓടിയാൽ മതി. കോഡെന്നാ ഡ്രസ്സിന്റെ? ഓടില്ല, എനിക്ക് ഒരെണ്ണം സെറ്റ് ചെയ്യണം. നോക്കട്ടെ, ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ട് അയച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും നല്ല കളക്ഷൻസ് കാണും. ആണോ? മുഖംമൂടി ഹെൽമെറ്റ് വേണോ? ഓക്കെ, 113 മാസ്ക് എന്നടി. $114. മതിയോ? റെഡിയോ? ആ ഓക്കെ, ഡ്രസ് ചേഞ്ച് ചെയ്തു. നീ അത് മതി, അത് മതി. വിഷയം കാര്യമില്ല, പിടിച്ചാ പോയി. പാന്റ് മാത്രം നോക്കും. ഇത് മതി, പുള്ളി ട്രൗസർ. വാ, ഓക്കെ, കാണാം. സെറ്റായില്ലേ? അല്ല, ഇത് ഇതാകണ്ടേ, മറ്റേ ഏത്? ടാബ്ലറ്റ് ഉണ്ടാവും. അത് മേടിക്കണം. അതിന് സാൻഡി പോകാൻ നിൽക്കുമായിരുന്നു നിങ്ങൾ. ആണോ? ആ, ടാബ്ലറ്റ് എൻ്റെ അടുത്തുണ്ട്. മേടിക്കണ്ടേ? കേറണം. ഏഹ് എന്തായാലും ഒന്നും മേടിക്കണം. കൂടെ 2 വാങ്ങണ്ടേ? ആ, 2 മേടിക്കണം. ഇതിപ്പോ ഏതായാലും പോകുന്നത്? ഇതില് പോവാം. ഡ്രൈവിങ്ങിനായിരുന്നു കുറച്ച് നമ്മൾ പിടിച്ചത്. കൊണ്ടുപോകണം. ഞാനാണ് അങ്ങനെ പറ്റിയത്.
ഡ്രൈവറല്ലേ? ഉള്ള പറഞ്ഞ അത് നാവെടുത്തില്ല. അതല്ല, അതെനിക്ക് കണ്ണ് കാണാത്താണ്, വേറെ ഒന്നുമില്ല. ഇടക്കിടക്ക് കണ്ണ് കാണൂലേ. ഈ വണ്ടി വണ്ടിക്ക് എങ്ങനെ ഇത് പോകും? അവന്മാർക്ക് എളുപ്പമായല്ല. അടുത്തൂടെ ഒന്ന് ഊതി അത് തെറിച്ചു പോയി. അതല്ലേ കണ്ണ് കാണാത്ത ഒക്കാണെന്ന്. കണ്ണാടി വെക്കണം. കണ്ണാടി വെച്ച് ആ പ്രശ്നമല്ല നമുക്ക് വേണം. ഓ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, അത് എക്സ്ട്രാ ഇറക്കാതെ പ്രശ്നമൊന്നുമില്ല. റിപ്പയർ ചെയ്ത് മേടിച്ചു. റിപ്പയർ ചെയ്തൊക്കെ എന്റെ അഞ്ചെണ്ണം മേടിക്കുക. ഈ വരുവാണെങ്കിൽ അത്ര ഐ എം വേണ്ടി ഫുൾ വരും. ഓൺ ഫുൾ പവർ. അത്ര എല്ലാം സാധനം സ്റ്റോക്ക് ആണ്. ഞാനൊക്കെ റിവെഞ്ചാണ്, പോലീസ് സ്റ്റേഷനിലൊക്കെ റിവെഞ്ചാണ്. അവര് അവരുടേക്ക് പൈസ അതിന് ഡബിൾ എമൗണ്ട് ഞാൻ നേടി കൊടുക്കും. ഇവിടെ ഒരു പുതിയ വീട് വേണം, കൊള്ളാം. എന്തൊന്നും ഉണ്ടായില്ല. നിങ്ങളൊക്കെ പറഞ്ഞു എന്താ ഇവിടെ കാറ്റ് പോയാ പറയണം. ഇല്ല ഉണ്ട്. അവിടെ പേര് മാറ്റണ്ട, പേര് മാറ്റണ്ട നമ്മളെ. ഓ മാറ്റണമല്ലോ. രമേശ്, സുഭാഷ്, സുരേഷ് എന്നിട്ടാലോ? ജമാല്, ജബ്ബാർ എന്നൊക്കെ ഇട്ടോ. പേര് ജബ്ബാറിന്റെ എടുത്തത് വേറെ എന്ത്? ജമാല്, ജബ്ബാറ്. ഞാൻ ജമാലും എടുക്കാം. ജമാൽ ജബ്ബാറ് ഞാൻ സിഡിക്കാം. ബേക്കിട്ടോ ജബ്ബാറ്. വള്ള അറിയാം. പേര് മാറ്റാൻ അറിയാം. അവിടെ പേര് മാറ്റണോ? പേര് മാറ്റും. റേഡിയോയിലെ പേര് മാറ്റും. ആ എങ്ങനെ മാറ്റണ്ടേ? നമുക്ക് നെയിം 3 റേഡിയോ ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം. പറ്റില്ല എവിടുന്നാ തോന്നുന്നു. മേടിക്കുന്നത്? എന്റെ ഇതിൽ പറ്റില്ല തോന്നുന്നു. ഇവിടെ ലോകിപ്പിക്കാൻ എടുത്തുണ്ട്, പഠിക്കണ്ട. സെറ്റാണ്. കണ്ടേ കാണില്ല കേട്ടോ. പേര് മാറ്റുന്ന ഓപ്ഷൻ എവിടെയുള്ള? ഡിസ്കണക്ട് ഉണ്ട്, വോയിസിനുണ്ട്, റേഡിയോ ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. അല്ല, അത് T/ മറ്റേ കമാൻഡാണ്. കമാൻഡാ? റേഡിയോ എന്ന് അടിച്ചാൽ റേഡിയോയിൽ മാറ്റാൻ പറ്റും ബ്രോ, കുഴപ്പമില്ല. എങ്ങനെ പറഞ്ഞോ? എങ്ങനെ റേഡിയോ എടുത്തിട്ട് ഒരു കോൺട്രാക്ട് മേടിച്ചു തരൂ. പൈസ ഇല്ല. അതിനുള്ള പൈസ എന്റെ അടുത്തില്ല. അവിടെ ബ്ലാക്ക് മണിയാണ്. ബ്ലാക്ക് മണി ഞാൻ കൊണ്ടെടുക്കാറില്ല.
കയ്യിലില്ല സാർ, എന്ത് ചെയ്യാനാണ്? ഞാൻ പണ്ടങ്ങോ വാങ്ങി വെച്ചതാ. ഒരു കാര്യം ചെയ്യും, അവിടുന്ന് ഇത് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ, എന്നിട്ട് ടാബ്ലറ്റ് എൻ്റെ ഇതാ, എന്നിട്ട് അങ്ങനെ ചെയ്യാം. ഏഹ് അവിടുന്ന് ഇത് കോൺട്രാക്ട് ടാബ്ലറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇത് നോക്ക്, ഏതാ ഉള്ളത് നോക്ക്, അവൈലബിൾ ആയിട്ടുള്ളത്. അല്ല അങ്ങനെ പറ്റത്തില്ല, 3 പേര് പറ്റും വേണം. പറ്റും. ഒരു മിനിറ്റ് ചെയ്തിട്ട്. അത് സാധനം ഇത് ചെയ്താ, ഇൻവൈറ്റ് പ്ലെയർ എന്നുള്ള പരിപാടി ചെയ്താ. അല്ല ആദ്യം ബൈ അല്ലേ? ബൈ. ബൈ ജി കോയിൻ അതാണോ? അതെ അതെ. ഇതില് ഏതെടുക്കാം? ഏതാ മീഡിയം ഹൗസ് എടുക്കുന്നത്? എടുക്കണോ? മീഡിയം വലുതാക്കണം, വലിയ സെറ്റപ്പ് ആക്കണം. ഹലോ, 3 പേർക്ക് ചെയ്യാൻ പറ്റിയ ഏതാ ഉള്ളത് നോക്കി. 2+ എടുക്കുന്നുണ്ട്, മീഡിയം ഹൗസ്. എന്നാ മീഡിയം ഹൗസ് എടുക്കും. ഓക്കെ, ഓ പർച്ചേസ് ചെയ്തു. നീ എന്താ ചെയ്യണ്ടേ? ഓക്കെ, ഇനി ഇത് ടാബ്ലറ്റ് ക്ലോസ് ചെയ്യാം, എന്നിട്ട് എൻ്റെ ഗിവ് അടിച്ചിട്ട് എൻ്റെ ഓ ഇതിൽ ഇൻവൈറ്റ് ഐ ഡി കാണിക്കുന്നത്, ഇൻവൈറ്റ് ചെയ്യണോ? ഇൻവൈറ്റ് ചെയ്യാതെ. ഐ ഡി പറയൂ. 90. എന്റെ വെയിറ്റ് ചെയ്യടാ. ഓ ഇൻവൈറ്റ് ചെയ്തു. ഇനി ആരാ? ഇനി ജബ്ബാറിനെ. വെയിറ്റ് ഐ ഡി എത്ര? ഹലോ, ഐ ഡി എത്ര? 88. ആർക്കോ പോയിട്ടുണ്ട്. നീ എന്താ ചെയ്യണ്ടേ? ഓക്കെ, എനിക്കും തന്നെ ടാബ്ലറ്റ് ചെയ്യാന്ന്. ടാബ്ലറ്റ് തിരിച്ചു തരണേ, ആഗോളത്തെന്നാണ്. തരാം. അത് തരാം. അവർ തന്നെ. അതിൽ ഇൻവൈറ്റ് അക്സെപ്റ്റ് ചെയ്യേ. ഓക്കെ, അങ്ങനെ കയറി ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ജബ്ബാറിന് തരാം. അതിലേ ഫസ്റ്റിലേ അത് കേറുമ്പോ നടുക്ക് ഇങ്ങനെ മേളില് കാണിക്കും ഒരു ടിക്ക് ബട്ടൺ ഉണ്ട്. ടിക്ക് കൊടുത്തു. കണ്ടാ? ലീഡർ ഒന്നും യൂസ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇനി പുള്ളിയുടെ തിരിച്ചാ ഇത് ടാബ്ലറ്റ് കൊടുക്കും. ചെയ്തില്ലേ? അത് ഓക്കെ കൊടുത്തിട്ട് എന്റെ കയ്യിലോട്ട് കേറിയില്ലേ? ടീമിൽ കയറിയില്ലേ? ഇന്ത്യ കൊടുത്താ ടാബ്ലറ്റ്? കൊടുത്തില്ല. പേര് കാണിക്കുന്നില്ല കൊടുക്കേണ്ട ആളെ. അത് ഞാൻ മാറി നിൽക്കാം. തന്നോ. കിട്ടി. ഓക്കെ, ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യല്ലേ? റെഡി ഫോർ കോൺട്രാക്ട് സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. വന്നോ? ആദ്യം ഒരു ടൂൾ ബോക്സ് യൂട്യൂബ്സിലോട്ട് നമുക്കൊരു 5-6 റിപ്പയർ കിറ്റ് മേടിക്കണം. റിപ്പയർ കിറ്റ് എൻ്റെ അടുത്തുണ്ട്, വേണോ? വണ്ടി ശരിയാക്കി അവന്മാര് വന്ന് അറ്റത്തൂടെ ഒന്ന് കാഞ്ഞു പോയി കഴിഞ്ഞാൽ വണ്ടി പൊളഞ്ഞു കാണും. വേറെ വണ്ടി എടുക്കണം. വേറെ വണ്ടി ഉണ്ടോ? ഇതിലെ വണ്ടി ഉണ്ടോ? എൻ്റെ ഒന്നുമില്ല, എൻ്റെ ഒരു വണ്ടിയുള്ളൂ. വലിയ വണ്ടി ഉണ്ട്, പക്ഷെ ഞാൻ 2 സീറ്ററാണ് ശരിയാവും, അതുകൊണ്ടാണ് എനിക്ക് ഇത് മതി, ഇതൊന്ന് റിപ്പയർ ചെയ്താൽ മതി. അവിടെ അത് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യണേ. ലോക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ? ലോക്ക് 10 ഉണ്ടാവുമല്ലേ? എല്ലാം കണ്ടു പറയാൻ കിട്ടില്ല. അതല്ല ഇവിടെ തന്നെ ഉണ്ട്, അത് ശരിയില്ലെന്ന് എനിക്കറിയാം. ഒരു ഭാഗത്ത് അടുത്തടുത്ത് പോ.
അല്ല റിപ്പയർ റേറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചങ്ങ് പണി ഇനി അതെന്നാ ഫ്യൂലും ഇല്ല കേനോ ആട്ടെ. ഇല്ല ഫ്യൂലടിക്കണ്ട. പേര് ആ പേരെന്താ കുറവുണ്ട്. ശരി ആ സൈഡ് ഇവിടെ ഡ്രൈവിംഗ് സീറ്റിലല്ല അപ്പുറം സൈഡ്. ഫ്രണ്ടിലത്തെ ബമ്പറുള്ള എന്താ സ്റ്റെയർ അറിയില്ല ഇരുന്നത് വീഴുന്നുണ്ട്. അതങ്ങ് പക്ഷെ ലാഗായോ. ഒരു കാര്യമില്ല, കുഴപ്പമില്ല, അതാ നല്ലത്. കാരണം എന്താ അറിയോ? അതേ രീതിയിൽ തന്നെ പോകും. നിങ്ങളുടെ വീടിന്റെ ഇപ്പുറത്താണല്ലോ ഇത്. എടുക്കട്ടെ, നമ്മളൊന്നും അവരറിയത്തില്ലല്ലോ. എന്നിട്ട് നമുക്ക് മറ്റേ വീട്ടിൽ കയറി അങ്ങ് ഇരുന്നാലോ? എന്താ പറയുന്നത്? അത് നല്ലൊരു പരിപാടി അല്ലേ? അടുത്തല്ലേ വീട്? അതെ അതെ, ആ വീടിന്റെ ഉള്ളിൽ ബാക്കിൽ ഇങ്ങനെ നമുക്ക് രണ്ട് ബാബയ്ക്ക് ഇട്ടിട്ടിടാം. കൊള്ളാം. പക്ഷേ അതിനകത്ത് കയറി പിന്നെ ഇരിക്കാം. പോലീസ് വരത്തില്ലേ? ഇല്ല, അവര് വരുന്നതിന് മുന്നേ നമുക്ക് പെറുക്കി എടുത്തിട്ട് പോവാം. ഒരാൾ പുറത്ത് നിന്ന് നോക്കേണ്ടി വരുമോ? അവരുള്ളിൽ കയറുമോ? ഇല്ലല്ലോ. ഉള്ള അതെനിക്ക് അറിഞ്ഞോളാം കേട്ടോ. അവരുള്ളിൽ കയറലില്ല, പൊതുവെ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ തരലാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ലേറ്റ് ആയിരിക്കും. അത് നിങ്ങൾ ഡ്രൈവ് ചെയ്യൂലേ? ഹലോ, ഡ്രൈവ് ചെയ്യാനോ? ഡ്രൈവ് ചെയ്യാനാ? പക്ഷെ നമുക്ക് ലൈസൻസ് ഇല്ല, പക്ഷെ അതും കൂടി പ്രശ്നം. അതേ നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് അല്ല വീട്ടിൽ കയറാം, പോവാം. വല്ല പണിയായാലോ. വീട്ടിൽ കയറാൻ പറ്റത്തില്ല. ആ ഓക്കെ, ശരി. വീട്ടിൽ കയറാൻ പറ്റത്തില്ല, മനസ്സിലായോ? വേണ്ട, വേണ്ട. ചെയ്യട്ടെ. ലോക്ക് കിട്ടില്ല. തുറക്ക്, ഇത് തുറക്ക്. റെഡിയല്ലേ? റെഡി. ജമാലും പറഞ്ഞോ. ഓക്കെ. പോലീസ് ഒന്നുമില്ല കേട്ടാ, ചാടി വണ്ടിയെ കയറുക, പറക്കുക. ഇത് ചെയ്യാൻ അറിയാമെങ്കിലും ഇങ്ങിതാ അല്ല ഇത് പറഞ്ഞു തന്നാ മതി, പഠിക്കുകയും ചെയ്യാൻ. അത് എനിക്ക് പറഞ്ഞോ, നോക്കാൻ വേണ്ടി. അത് ശരി, ആളെ കളിയാക്കും. അവിടെ നിന്ന് നോക്കണോ? നോക്കാം.
എടാ മതി 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 എടാ അങ്ങോട്ട് വിട്ടു ഇടിക്കില്ല. നമ്മൾ അടിപൊളിയില്ല. സോറി എടോ ഓൺ എടുക്കുന്നേ. അടുത്ത ആള്. നമുക്ക് 5 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ സാധനം പുറക്കി എടുത്തോളി. നിങ്ങൾ സറൗണ്ടഡ് ആണ്, പോലീസ് ഇവിടെ ഉണ്ട്. പ്ലീസ് സറണ്ടർ. പോലീസ് 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 അവരെന്താ പറയുന്നേ? പുറത്ത് പോലീസ് പുറത്ത് പോലീസ്. എടാ പുറത്ത് പോലീസ്. അയ്യോ അത് ചെയ്യാ. ഒന്നും ചെയ്യല്ല, ഒന്നും ചെയ്യല്ല. അവരുടെ റെഡി പോലെ നിക്ക് ജമാലോടെ നമ്മള് എന്നിട്ട് ഈ റൂം സെർച്ച് ചെയ്തോണ്ടിരിക്കും. എനിക്കിത് ഈ ഫ്രിഡ്ജ് ആരെങ്കിലും തപ്പോ? ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഇല്ല. ഫ്രിഡ്ജിലൊന്നും തപ്പി ഒന്നുമില്ല. ഞാൻ നോക്കി. ബാത്റൂമിലൊന്നും ജസ്റ്റ് അയ്യോ സോറി. കേസ് കിട്ടി. അതെ, ഇത് ഊരാൻ പറ്റുന്നില്ല. ഇത് സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ സ്റ്റക്കായി. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വണ്ടി എടുത്ത് പയ്യെ, ഞാൻ ഇവിടുന്ന് പയ്യെ നടന്ന് പുറകെ കട ഓടിയത്. നിങ്ങൾ പോയാ വണ്ടി ഓടിക്കും ജമാല്, വണ്ടി ഓടിക്കും. നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ മൊത്തത്തിൽ സറൗണ്ടഡ് ആണ്. അറേ സീറ്റ് വിട്ടോ. നിങ്ങൾ സറണ്ടർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സാറേ വീട്ടിലേക്ക് ഫ്രിഡ്ജ് മേടിക്കാൻ പോവാ. ഇന്നോ വെഹിക്കിൾ പോയിട്ട് വാ. ഇവിടുന്ന് ഇതിന്റെ അടിയിൽ കൂടെ പോയി. ഇവിടുന്ന് പാലത്തിന്റെ അടിയിൽ പോണേ. നിങ്ങൾ സറണ്ടർ ചെയ്യുന്നതാണ് നല്ലത്. നാളെ ചെയ്യാം. ഇവിടെ സാറന്മാർക്ക് വണ്ടി മേടിക്കാൻ ആരെ മര്യാദക്ക് വണ്ടി ഓടിക്കും. ട്രാഫിക് റൂൾസ് പാലിക്കണ്ടേ? ട്രാഫിക് റൂൾസ് പാലിക്കണ്ടേ? വണ്ടി പോട്ടെ. സാറേ നിയമം നോക്കി വണ്ടി നിയമം
നോക്കി കണ്ടുപിടിക്കണം. റൈറ്റ് എടുക്ക്, റൈറ്റ്. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ എന്തോ കാണിക്കണം. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കേട്ടോ, ഞങ്ങൾ കൊടുക്കാനായിട്ട് ഓടി. സെയിം വണ്ടി നമുക്ക് മതിയാ. കൊടുക്കാല്ല, ഒന്നുമില്ല. ഞാൻ പറയുന്ന ലൊക്കേഷനിൽ പോകും, പിന്നെ നമുക്ക് പിടിക്കാൻ കിട്ടില്ല. ഞാൻ മാർക്കറ്റ് ലൊക്കേഷൻ പോകും. ബേക്കില് ആ പാലത്തിന്റെ അടിക്കൂടെ താഴേക്ക് ഒരു ടണലുണ്ട്, ആയിക്കോടെ വിട്ടിട്ട് ചുറ്റിക്കാൻ മതി. കാറ് വണ്ടി ഇപ്പം കത്തും വണ്ടി കൊള്ളൂല. ബീറ്റ് മാറുന്നു. ഞാൻ കാണിക്കാം. ഞങ്ങൾ ഇറങ്ങി സാറേ, ഇറങ്ങി ചാറ്റ. ചേർത്ത് കൊടുത്തിട്ട് നാളെ കട്ടിച്ചേർക്കാം, മാറിക്കാൻ. അവിടെ വണ്ടിക്ക് GPS ഉണ്ട് നമ്മളെ കാണുമോ? അറിയില്ല, ചാൻസ് ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇറങ്ങണോ? ഒരാളെല്ലാം പോയി കേസ് കൊണ്ടിട്ട് ഇറങ്ങുന്ന ഒരാൾ പോകും. എവിടെ എന്റെ കാണും. നിങ്ങൾ ഒരാൾ ഇവിടെ ഇറങ്ങി, ഒരാൾ ഇറങ്ങി. ബാക്കി രണ്ടാളും ഇറങ്ങിയോ? ഒരു കാർ എടുക്ക്. നിങ്ങൾ ഇറങ്ങി കൂട്ടോ. ഓക്കെ ഞങ്ങൾ ഇതിന്റെ അകത്ത് പെട്ടിരിക്കും. നിങ്ങൾ കൊടുക്ക്. വീട് അവിടെ പോയില്ലേ? അവര് പോയി കേട്ടാ. നമ്മളെവിടെ ഏത് പോവാ?
ഡ്രസ് മാറ്റണ്ടേ? ഇത് മാറ്റാം. മാസ്ക് മാറ്റണ്ടേ? ഓ മാസ്ക് മാറ്റണം. എന്റെ സേവ് ചെയ്തൊന്നും ഇല്ല. ഉടുപ്പ് എങ്ങനെ പോയി മാറ്റാം? രണ്ടാമത്തെ ഡ്രസ് ഇല്ല. എനിക്കില്ലാതെ കേട്ടാ നോക്കട്ടെ. ഇനി മുകളിൽ അങ്ങനെ ഇതുവഴി അങ്ങനെ നോക്കാം. നിങ്ങൾ രക്ഷപ്പെട്ടാ? അതെന്താ അന്തി ഓട്ടം മാറ്റണടാ? ഈ ഓട്ടം നോക്കിയേ. ഇങ്ങോട്ടേക്ക് വണ്ടിയിൽ വെച്ചില്ലേ? ഇല്ല വണ്ടിയിലുള്ള സാധനം ഗെയിമില് എന്റെ ഗെയിമിലുള്ളേ. കയ്യിലൊന്നും വെക്കല്ലേ, വണ്ടി വെക്കണായിരുന്നു. കയ്യിൽ ഷോ പിടിച്ചാ പോയിട്ടോ. അടുത്തത് ചെയ്യാ. നിങ്ങൾ ലൊക്കേഷൻ അയക്കി. ഞാൻ വിചാരിച്ചു നിന്നെ പിടിച്ച് ഇവിടെ നിട്ട് കാണുവാ. ഇത് ടണലാ. ഞങ്ങളിപ്പം ബസ് ടണലാ ബസ് സ്റ്റോപ്പിന്റെ നേരെ ബസ് സ്റ്റോപ്പാ? ബസ് ഡിപ്പോ അല്ലേ? ഹലോ, അതെ അവിടെ തന്നെ. ആ ബസ് ഡിപ്പോന്റെ മേലുണ്ട് ഞാൻ. അതിന്റെ അടിയിലോട്ടുള്ള ടണലിൽ കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പുറത്തെ ഒരു സെക്കൻഡ് ഇത് ഇതുവഴി എങ്ങോട്ട് പോവാ? ഒരു വഴി കാണുന്നില്ല മുകളിലോട്ടുള്ള. കൊറേ ഓടുന്നു. അവിടെ വഴിയുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ടണലിൽ എനിക്ക് ലൊക്കേഷൻ അയച്ചാൽ ഞാൻ വരാം. റേഡിയോ മാർക്കാണോ? കിട്ടി. ഞാൻ ഇവിടെ ഉണ്ട്. ടണലിന്റെ അത്ര എനിക്ക് തോന്നുന്ന കനാലിന്റെ സൈഡിൽ കൂടെ ഏതാണ്ട് ഓപ്പണിംഗ് ഉണ്ട്. അറിയാം. ഞാൻ ടണലിൽ കയറി. ആ കിട്ടി. ഞാൻ ടണലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഒന്ന് അയച്ചേ, ഒന്നുകൂടെ അയച്ചേ. ഇതിട്ട് ഒരു വണ്ടി ഈ വണ്ടി എടുക്കും. വേറെ വണ്ടി ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടെ വേറെ വഴിയില്ലല്ലേ? ബോട്ടിൽ കയറാൻ പറ്റുമോ? ബോട്ടിൽ കയറാൻ പറ്റും തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്ക്.
പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യ്, കൊണ്ടുപോയിട്ടോ. ബോട്ട് കയറാൻ പറ്റും. നിങ്ങൾ വണ്ടി ഓടിക്കും, ഞാൻ കയറി കാണിച്ചു തരാം. ജമാൽ ഓടിക്കേ. ബ്രോ വണ്ടി ഓടിക്കോ? ജമാൽ ഓടിച്ചോ? ഇതിപ്പോ ഓടിക്കാൻ പറ്റാത്ത ഒരു ഇതിൽ നിൽക്കുക. ഞാൻ ഓടിക്കാം ഓടിക്കാം. പോലെ 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 വണ്ടി എടുക്കല്ലോ, വണ്ടി ഞാൻ കയറി കാണിച്ചു തരാം. വണ്ടി എടുത്ത് പോണേ ആ സമയത്ത്. ജമാല് കേറിക്കില്ല. പോ 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 വന്ന വഴി തന്നെ പോയാ മതിയാ. വന്ന് പോയി പോ. ബാക്കിൽ പോ, ബാക്കിൽ പോ. ഇത് ലോങ്ങാ. നേരെ വിട്ടാ മതി. ഒരു കൺട്രോൾ ഇല്ലാത്ത വണ്ടിയാണ്, നോക്കി ഓടിച്ചത്. മാർക്കറ്റിലോ റൈറ്റ് കൂടെ കയറ്റി. അതിനെ കൂടെ ഇവിടെ അല്ലാണ്ട് പോലെ ബാക്കിൽ ഒന്ന് റൈറ്റ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ ജീ കൊടുക്കണം കേട്ടോ. മാറ്റിയില്ല. ഔട്ട്ഫിറ്റ് വാങ്ങാൻ മാറ്റാൻ പോ. എങ്ങോട്ടെന്ത് പോണേ? ഇതാരാ ഓടിക്കണം? വെള്ളത്തിലൂടെ ഇട്ടാണോ? മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടുക്കി കയറാൻ അറിയത്തില്ലായിരുന്നു. ഇടുക്കി കയറാൻ പറ്റാൻ. ഹലോ, എന്ത് ഇടുക്കി കയറാനുണ്ടോ പറ്റാന്? കുഴപ്പമില്ല, പോലീസൊന്നും ഇല്ല. ആവട്ടെ. ഞാൻ ലീജിയന് കാണും. എല്ലാം സെറ്റല്ലേ? സാധനം ടൈമില് നമുക്ക് ലീജ് സാധനം ടൈമില് ഒന്ന് പോയി നോക്കാം. ഏതാ എന്റെ ടൈമിലാ സാധനം ഉള്ളത്. കേൾക്കുന്നില്ല കേട്ടോ. ബ്ലാക്ക് മണി ഗെയിമിലുണ്ട്. എൻ്റെ കുറച്ച് ഇരിപ്പുണ്ട്, നോക്കട്ടെ. എൻ്റെ 33,500 ഇതിന്റെ വണ്ടിയല്ലേ? ഇതെന്റെ വണ്ടി. വാ. എന്റെ അടുത്ത് 10 ഉള്ളു. 10 നമുക്ക് ഇതൊക്കെ ട്രാഫിക് റൂൾസ് ഒക്കെ നോക്കാം പയ്യെ.
നീ ഡിക്കിൽ വെച്ച് ഇന്റെ വണ്ടി ഡിക്കിൽ വെച്ച് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മള് പുതിയ മനുഷ്യരാണ്. ജമാലു നീ ഡിക്കിൽ വെച്ച് എന്റെ സാധനം അയ്യോ ഇല്ല, വരി. ഇവിടെ വണ്ടി എടുക്ക്, ഇവിടെ വണ്ടി എടുക്കണോ? ഒന്ന് മാറ്റിക്കോ. പോലീസ് വരുന്നുണ്ട്. പേരെന്താ? മഹാഋഷി പശുപതി. ഇത് സാറേ കണ്ണൊക്കെ എന്റെ മേക്കോണല്ലോ. ചുമന്നിരിക്കും, ഉരുണ്ടടിച്ച് വീണ. സാർ ടെസ്റ്റ് ആയാ സാർ? സാറേ നീ താഴെ ഡ്രിം എല്ലാം ചെയ്താ അതിനിടക്ക്? ഇല്ല, എന്നെ ഒരു പ്രശ്നത്തിൽ പോണ്ടെന്ന് വെച്ചിട്ട് നല്ലവനായി. ഞങ്ങളൊരു ചെറിയ ഷോപ്പൊക്കെ പോയതിനിടയിൽ പോയി ഉടുപ്പൊക്കെ മാറ്റി ക്ലാസ് ആകാൻ. എന്തൊരു സാറേ റോബറി ഉണ്ടായിരുന്നു. കണ്ണെന്തെങ്കിലും റോബറി ഉണ്ടായിരുന്നു, ഒരു ഹൗസ് റോബറി. അപ്പൊ ഞങ്ങള് കള്ളന്മാരെ തപ്പി നടക്കുക. അതെ, 5:30 അവന്മാർ കയ്യിൽ ടണൽപ്പെട്ട പ്രശ്നമല്ലേ. ഞങ്ങളൊരു 10-20 മിനിറ്റ് ആയിട്ട് ഇവിടുത്തെ അവന്മാരെ ഇന്ന് പിടിച്ചായിരുന്നെങ്കിൽ 10 ലക്ഷം ഫൈനും ഒരു കുറച്ച് ജയിൽ ശിക്ഷ കൊടുക്കായിരുന്നു. നമുക്ക് ട്രക്ക് ഓടിക്കാം പോവാം, പണിക്ക് പോവാം. നമുക്ക് സാറേ ഞങ്ങള് പണിക്ക് പോയിട്ട് വരാം കേട്ടോ. റോബറി ഞാൻ ചെയ്യണ്ടേ? ആര് ചെയ്ത റോബറി? നിങ്ങളുടെ പേരുണ്ട് ഇപ്പൊ? രണ്ടാള്. രണ്ടുപേരല്ലേ? ഞാൻ വണ്ടിയിൽ ആരും ഉണ്ടോ നോക്കണ്ടിട്ട്. ഞാനേ മറ്റേ വേക്കൽത്തെ പേരെന്തായിരുന്നു? നിച്ചുബായി. അതിന് ഇങ്ങനത്തെ ചെയ്യാറോ ഇല്ലീഗൽ സാധനം? ഇല്ല സാർ, ട്രക്കായിട്ട് ഓടിക്കാൻ പോകണം. ജീപ്പ് ഓടിച്ചായിരുന്നു ഇച്ചിരി മുമ്പേ ഈ നിച്ചു സാറ്. ജീപ്പാ? ഇല്ല, ഞാൻ ഇവിടെ ഈ വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്കും. നിച്ചു സാറ് ജീപ്പ് ഓടിച്ചായിരുന്നു ഇച്ചിരി മുമ്പേ. ചാടി ഇറങ്ങിയത്. നിച്ചു സാറ് ജീപ്പ് ഓടിച്ചായിരുന്നു ഇച്ചിരി മുമ്പേ. ഇല്ല, ജീപ്പ് വാങ്ങണമെന്നുണ്ട്, അത് ക്യാഷ് കിട്ടിക്കില്ല. ഫ്രണ്ടില് ജീപ്പില്ലേ സാറിനെ പോലെ ഒരാളെ കണ്ടേ? അതിപ്പോ രണ്ടാളുണ്ട്. എന്നാലും സാർ നമ്മൾ പോയിക്കോട്ടെ സാറേ. കേൾക്കില്ല. കേട്ടില്ല. നമ്മൾ വിട്ടാലേ സംശയം കേട്ടോ. ഞങ്ങളെ ചോദിച്ചത് കേട്ടോ. കാര്യമായി നമ്മള് 3 പേരായിട്ട് നിൽക്കാൻ അവിടെ എല്ലാരും കൊണ്ടുപോയാൻ. ഇപ്പൊ എന്താ പരിപാടി? ചമ്മാലെടുക്ക് വണ്ടി എടുക്ക്, അടിയെ പോണ നോക്ക്. അവര് നീച്ചനുണ്ടോ? അടുത്ത പറഞ്ഞോടാ അങ്ങ് അടിച്ചാലേ.
അടിച്ചാ 10 ലക്ഷം. അയ്യോ പോലീസ് എടാ നമ്മള് നമ്മള് പിന്നെ 3 ആളാവും. നീ ദൂരെ നിൽക്കോ? വേറെ എവിടെ വണ്ടി ചെയ്യാൻ പറ്റും? എന്റെ ഉള്ളി പറക്കി ഒരു 4 ലക്ഷം രൂപ കാണും പൈസ. 10 ലക്ഷം രൂപ. ഓ ഇത് കേട്ടിട്ടല്ലേ ഞങ്ങളോട് രണ്ടുപേരും പറഞ്ഞ അവന്മാരെ പിടിച്ചിരുന്നെങ്കിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഫൈൻ അടിക്കുകയായിരുന്നു. കൊണ്ടുപോയേനെ കുടുംബത്തോടെ. എനിക്ക് എനിക്ക് എനിക്കെന്താ കിട്ടിയ എനിക്കൊരു 33,500 അനക്ക് 10 കിട്ടി. എന്തോ X2 10 എന്തോ അങ്ങനെയൊന്നുമില്ല. ഒരു കാര്യം സ്പ്ലിറ്റ് ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യും ഞങ്ങളിവിടെ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ്. എന്റെ മുന്നിൽ പോലീസ് പോയി. എടാ പിന്നീടാ എന്നെ സംശയിച്ച വണ്ടി ഓടിച്ച നാളല്ലേന്ന്. നാളെ വണ്ടി ഓടിച്ചേ. സ്പോട്ടിൽ നിന്ന് മാറിയത് എനിക്കറിയാം ചെക്ക് ചെയ്യാൻ വരുന്നു. എത്രണ്ട് കയ്യില്? അതുകൊണ്ടാണ് ഞാൻ ആ സ്പോട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് മാറിയത്. എത്രണ്ട് കയ്യിൽ? എത്രണ്ട്? വണ്ടിയിലുള്ള നിന്റെ വണ്ടിയിലുള്ളത്. ഓ മറ്റേ വണ്ടി എടുത്തിട്ട് പറഞ്ഞേ എന്തായിരുന്നു മൈക്രോയോ പോയത്? ആ വണ്ടിയിലൊന്നുമില്ല. നിന്റെ വണ്ടിയില് എടാ ജമാല് നിന്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് എന്റെ. അതന്നെ എന്റെ വണ്ടിയിൽ ആകെ 2 TV ആണ് ഉള്ളത്, വേറൊന്നുമില്ല. ജാക്സൺ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ എന്റെ കൂടെ ആരുള്ളേ? ആ ഈ വണ്ടിയില് നീ ഇപ്പൊ എടുത്തിട്ട് വണ്ടിയില്. ഞാൻ ജമാലു. ആ നിന്റെ വണ്ടി തന്നെ വെച്ചാണ്. വണ്ടി കയറ്റി വെച്ചായിരുന്നു. ആ നിന്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. നീ എടുക്ക്, വണ്ടി എടുക്ക്. ഈ TV ഇവിടെ വെക്കുക. ഇതിലൊന്നുമില്ല. ഇതിലല്ല മറ്റേ വണ്ടിയല്ലേ വന്നേ? മറ്റേ വണ്ടിയിലല്ലടാ. ടെർമിനസ് എടുക്കും. എടാ വണ്ടിയിലല്ലടാ, പോലീസ് വന്ന സമയത്ത് നമ്മൾ ഏത് വണ്ടിയില്ല വെച്ചു? നീ വണ്ടിയിലല്ലേ? എടാ നിലത്ത് വീണാ. അകത്തായിരിക്കും, അകത്ത്. ആ അകത്ത വെച്ച. എനിക്കാകെ ഒരു TV എന്തോ കിട്ടിയത്, വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതെ അതൊക്കെ എവിടെ കൊണ്ടുപോയിക്കാം? അതോടെ കൊണ്ടല്ലേ എനിക്കറിയില്ല, നിങ്ങൾക്കറിയോ? എനിക്ക് തോന്നുന്നൊരു ഫർണിച്ചർ കൊടുക്കുന്നൊരു കട എവിടെയോ ഉണ്ട്. അതെവിടെയാണ് അറിയോ? നോക്കട്ടെ. ബ്ലാക്ക് ആണോ? ഈ ഫർണിച്ചർ കൊടുക്കുന്ന ഒരു കടയുണ്ട്. ആ മറ്റേ ഇത് വിൽക്കുന്ന സ്ഥലമാണോ? ഏതാ? ഓ ഞാൻ പോയി നോക്കണോ? എവിടെ? എനിക്കറിയാം, അവിടെ പോയി നോക്കിയാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. കേറ് വണ്ടി കേറ്. ആരാ
സംഭവം കൊള്ളാം. ടെർമിനേറ്റ് ഇതിട്ട് എത്ര ഇതാക്കിയിട്ടുള്ള അത് നമ്മൾ അവന്മാർ ആ വണ്ടിക്ക് വന്ന് രക്ഷപ്പെടാനുള്ള കുറെ വഴികൾ നമ്മൾ എടുത്തു. ആ വണ്ടിക്ക് ടേണിംഗ് റേഡിയസ് കുറവാണ്, അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് പെട്ടെന്നുള്ള ടേണിങ്സ് ചെയ്യാൻ പറ്റും. നൈസ് വണ്ടിയാണോ? നൈസ് വണ്ടിയാ. അവർക്ക് അന്യ സംശയം കേട്ടോ. നിന്നെയാണോ? ആ അന്നെ ചുവന്ന കളർ ഡ്രസ് ഇട്ടുണ്ടാ? ഇങ്ങോട്ട് ഇറങ്ങ്. കയ്യില് ടിവിയോ വല്ലതും ഉണ്ടാവും? ടിവിയോ ഫർണിച്ചറോ എന്തെങ്കിലും ഉണ്ടോ? മറ്റേ ടെർമിനേഷനിലാണ് ഞാൻ വെച്ചത് മൊത്തം. ടെർമിനേഷനിൽ ആകെ 2 ഉള്ളത്. ഇല്ല, എടുത്ത ഫ്രിഡ്ജ് കിട്ടിക്കില്ല. എന്റെ ഒരു മൈക്രോവേവ് ഞാൻ എന്റെ തീർന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്റെ മൈക്രോവേവ് ഞാൻ ആ വണ്ടിക്കകത്ത് വണ്ടി എടുത്താ. ഈ വണ്ടി തന്നെ ആയിരുന്നു. അതെ മൈക്രോവേവ് കിട്ടിയില്ലേ? മൈക്രോവേവ് എടുത്ത് തലകടിച്ച് എന്റെ സോറി. ഇങ്ങനെ പിടിച്ച് നിൽക്കില്ല, തെളിവോടെ പിടിക്കൂ. ഇപ്പൊ പോലീസ് വന്നാല് തെളിവോടെ കൊണ്ടുപോകാം നമ്മളെ. ഇവിടെ തന്നെ ആയിരിക്കും, എനിക്കറിയില്ല. പോയി നോക്ക്. ചേച്ചിനെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ മതി, കിട്ടും. ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ, നോക്കണേ. ഇവിടെ അല്ല കേട്ടോ. ബ്ലാക്ക് മാർക്കറ്റിലാണോ ഇനി? ഇവിടെ പോയി നോക്കേണ്ടി വരും. ജമാലു പോയല്ലേ ജമാലു. മേളിലുണ്ട്. അതെന്തോന്ന് എനിക്കിപ്പോഴും കത്തിയിട്ടില്ല. എവിടെ? ഇതാരാ? അതല്ല വാ. ഇതെന്തിന്റെ? അതല്ല വാ. ആ ഞാൻ നോക്കട്ടെ, മാപ്പിൽ നോക്കട്ടെ. ഹലോ. ഹലോ. ആ പറയണം. ഓ ഹലോ. എടാ എന്റെ കഴുത്ത് നോക്കിയടാ, കഴുത്ത് കട്ടായിപ്പോയടാ. നിനക്ക് ബ്ലാക്കിന്റെ ആവശ്യമുണ്ടോ? ആർക്ക്? ഹലോ, നിനക്ക് ബ്ലാക്കാ? ബ്ലാക്കോട് എന്റെ 43,500 രൂപ ഇരിപ്പുണ്ട് കേട്ടോ. ബ്ലാക്കാ വൈറ്റ് അല്ലേ നല്ലതുണ്ടാവാ? 9025 എന്തോ നേരത്തെ എന്തോ ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്ക് അവിടെ വരെയും കൂടെ ഒന്ന് പോയി നോക്കിയാൽ ഡബിൾ ചെക്ക്. 9025 എന്താ? 9025.
അതിൽ നിന്നും എടുക്കാനില്ലല്ലോ. നോക്കായിക്കൊണ്ടേ ഹലോ ജമാലു, പറയൂ. എനിക്ക് അവിടെയാണെന്ന് തോന്നുന്നില്ല. ട്രൈ ചെയ്ത് നോക്കാം. അവിടെ ആണെന്ന് തോന്നുന്നില്ല, അവിടെ ഞാൻ പോയതാ ഒരു വട്ടം. ചെലപ്പോ ആയിരിക്കും. നോക്കാം. മറ്റേ